മൈൻഡ് വെൽനസ് ക്ലിനിക്, കടക്കൽ ടവർ, നെടുമ്പൈൻകുളം, കുണ്ടറ. കോൺടാക്ട് നമ്പർ 7907604850. ഗ്രോ സെൽഫ് എന്ന നമ്മുടെ ഈ യൂട്യൂബ് ചാനൽ പരമ്പരയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ തോമസ് വർഗീസ്. ഇന്ന് നമ്മൾ ചർച്ചയ്ക്കായിട്ട് എടുത്തിരിക്കുന്ന വിഷയം സെക്ഷൽ ഡീവിയേഷൻ, അതായത് ലൈംഗിക വ്യതിയാനങ്ങൾ. അതിനെക്കുറിച്ച് നമുക്ക് ഏറെ പറയാനുണ്ട്, കുറേ കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. അത് കുറേശ്ശെയായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് കിടക്കാം. മനുഷ്യൻ ഒരു സാമൂഹിക ജീവിയാണ്. അപ്പോൾ ഒരു സാമൂഹ്യ ജീവിയാവുമ്പോൾ സമൂഹത്തിന് അനുയോജ്യമായ ഒരു ജീവിത ശൈലി രൂപപ്പെടുത്തേണ്ടതുണ്ട്. അപ്പോൾ സമൂഹത്തിന് ഹിതകരമല്ലാത്ത മനുഷ്യൻ്റെ സെക്ഷൽ ഡീവിയേഷൻസ് അഥവാ ലൈംഗിക വ്യതിയാനങ്ങൾ, അതേക്കുറിച്ചാണ് ഇന്ന് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ലൈംഗിക വ്യതിയാനങ്ങൾ എന്ന് നമ്മൾ പറയുമ്പോൾ അത്തരത്തിലുള്ള മ്ലേച്ഛകരമായ ലൈംഗിക വ്യതിയാനങ്ങളുണ്ട്. അപ്പോൾ അവയിൽ ചിലതിനെക്കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇന്ന് നമ്മൾ പ്രധാനമായിട്ട് എടുത്തിരിക്കുന്നത് നഗ്നത പ്രദർശനം, അതായത് എക്സിബിഷനിസം. അപ്പോൾ ഈ എക്സിബിഷനിസം എന്ന് നമ്മൾ പറയുമ്പോൾ ഒരു മനുഷ്യൻ സ്വന്തം ലൈംഗിക അവയവത്തെ യാതൊരു മറയും കൂടാതെ മറ്റുള്ളവരുടെ മുമ്പിൽ പ്രദർശിപ്പിക്കുക, അതിനെയാണ് നമ്മൾ എക്സിബിഷനിസം അഥവാ ലൈംഗിക അഥവാ നഗ്നത പ്രദർശനം എന്ന് പറയുന്നത്. ഈ നഗ്നത പ്രദർശനം പുരുഷന്മാരിലും സ്ത്രീകളിലുമുണ്ട് എങ്കിലും സ്ത്രീകളിൽ വളരെ കുറവാണ്. പുരുഷന്മാരിലാണിത് ഏറി നിൽക്കുന്നത്. എന്നാൽ സ്ത്രീകളുടെ ഇടയിലും ഈ നഗ്നതാ പ്രദർശനം എന്ന് മറ്റൊരു രൂപത്തിൽ വരാറുണ്ട്. അതായത് അവരുടേതായ വസ്ത്രധാരണത്തിലൂടെ ചിലരെങ്കിലും അതിനുള്ള വഴി ഒരുക്കാറുണ്ട്. എന്നാൽ പുരുഷന്മാർ യാതൊരു മറയും കൂടാതെ ആളുകളുടെ മുമ്പിൽ വെച്ച്, അപരിചിതരുടെ മുമ്പിൽ വെച്ച് നഗ്നതാ പ്രദർശനം കാണിക്കുന്നു എന്നുള്ളതാണ് വേറൊരു സത്യം. ഇത് ഒരു മാനസിക വൈകല്യമാണ്. ഈ മാനസികമായ വൈകല്യമുള്ളവരാണ് ഇതിൽ ഏർപ്പെടുന്നത്. ഇത് അവരെ സംബന്ധിച്ച് ലൈംഗിക ഉത്തേജനത്തിനു വേണ്ടി അവർ ബോധപൂർവമോ അബോധമായോ ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ്. ഇത് സാധാരണയായിട്ട് സ്ത്രീകളെയും കുട്ടികളെയും ലക്ഷ്യം വെച്ചാണ് ഇവരിങ്ങനെ ചെയ്യാറുള്ളത്. പ്രായപൂർത്തിയായെങ്കിലും സമൂഹത്തിന് നിരക്കാത്ത, സാമൂഹ്യ ബോധമില്ലാത്തതുമായ ബാലിശമായ ഒരു പ്രവൃത്തിയാണിത്. തൻ്റെ ഇണയോടോ സമപ്രായക്കാരായ സ്ത്രീകളോടോ സംസാരിക്കാൻ ഇവർ ഭയപ്പെടുന്നു എന്നുള്ളതാണ്, ഒരു ഉൾഭയം അവർക്ക് ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം. ഇവർ പൊതുവേ അപകർഷാബോധമുള്ളവരാണ്. അതായത് ലജ്ജ ഇവരിൽ ഏറിയിരിക്കും. അതേപോലെ തന്നെ പൊതുവെ ഇവരുടേതായ പൗരുഷത്തെയോ സ്ത്രൈണതയെയോ അംഗീകരിക്കാൻ ഇവർ ബുദ്ധിമുട്ട് ഉള്ളവരുമാണ്. അപ്പോൾ ഈ അപകർഷതാബോധം ഉള്ളതിനാൽ ഇവർ മിക്കവരും ഭീരുക്കളായിരിക്കും. അപ്പോൾ ആ ഭീരുത്വ നിമിത്തം, ലജ്ജ നിമിത്തം സ്ത്രീകളെ അഭിമുഖീകരിക്കാനുള്ള മടിമുഖാന്തരം ഇവരത് അവരുടേതായ മനസ്സിൽ നിന്നുണ്ടാകുന്ന ഈ തള്ളൽ പൊതുസമൂഹത്തിൽ ഇവർ പ്രദർശിപ്പിക്കുകയാണ്. അതായത് അല്പാൽപമായി വസ്ത്രങ്ങൾ മാറ്റി, അതായത് ഇതിനെ പൂർണ്ണമായ നഗ്നത ഇവർ പ്രദർശിപ്പിക്കാറുണ്ട്. ആ അവസ്ഥയിൽ നിന്നുകൊണ്ട് തന്നെ അവർ ചിലപ്പോൾ സ്വയംഭോഗം ചെയ്യാറുമുണ്ട്. അതായത് ബസ്സുകൾ, കാറുകൾ, അതേപോലെ തന്നെ ബിസിനസ് ഷോപ്പിംഗ് മാളുകളുടെ ബിസിനസ് സെൻ്ററുകൾ, അതേപോലെ തന്നെ പൊതുനിരത്തുകൾക്ക് അഭിമുഖമായി ഉള്ള ജനലുകൾ, പാത്വേകൾ, അതായത് റോഡ് സൈഡുകൾ, ഇതൊക്കെ ഇവർ ഇതിനായിട്ട് തിരഞ്ഞെടുക്കാറുണ്ട്. ഇത് ഇവരുടെ ഒരു മാനസികമായ ദൗർബല്യമാണ്, വൈകല്യമാണ്. സാധാരണയായിട്ട് 25-നും 30-നും ഇടയ്ക്ക് പ്രായമുള്ളവരിലാണ് ഇത് അധികവും കാണപ്പെടുന്നത്. ഇവരുടെ ഒരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഇവർ അടിവസ്ത്രം ധരിക്കാറില്ല. എന്നാൽ ഈ അടിവസ്ത്രം ധരിക്കാതെ
ശരീരഭാഗങ്ങൾ അഥവാ അവരുടെ ലൈംഗിക അവയവം പൊതു സ്ഥലങ്ങളിൽ പ്രദർശിപ്പിക്കുക, മറ്റുള്ളവരുടെ അതായത് കാണുന്നവരുടേതായ ശാരീരിക, മാനസിക, വൈകാരികമായ അവസ്ഥകളെ ഇവർ തുലവും അവഗണിച്ചു കളയുന്നു എന്നുള്ളതാണ് മറ്റൊരു കാര്യം. അപ്പോൾ ഇത് കാണുന്ന കുട്ടികളോ സ്ത്രീകളോ പിന്നീട് അവർക്ക് മാനസികമായ ആഘാതങ്ങൾ ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും വളരെ വിഷമകരമായ ഒരു സംഗതി എന്ന് പറയുന്നത്. ഇവർ യാതൊരു മടിയും കൂടാതെ ഇത് കാണിക്കുകയും മറ്റുള്ളവരത് കണ്ട് ഇവരോട് ദേഷ്യപ്പെടുകയോ അല്ലെങ്കിൽ അവരുടേതായ ആ ഭീരുത്വമോ അല്ലെങ്കിൽ ആ ഒരു ഭാവമോ ഇവർ ദർശിച്ചാൽ ഇവർക്ക് അതൊരു ആഹ്ലാദം ജനിപ്പിക്കുന്നു എന്നുള്ളതാണ് ഇവരുടെ ഒരു മാനസികാവസ്ഥ. അതായത് ഇവരുടെ ഒരു രീതി എന്താണെന്ന് ചോദിച്ചാൽ, ഇറക്കം കുറഞ്ഞ വസ്ത്രങ്ങൾ ധരിക്കുക, വളരെ നൈസായിട്ടുള്ള വസ്ത്രങ്ങൾ ധരിക്കുക, ശരീരഭാഗങ്ങൾ അല്ലെങ്കിൽ കാണാൻ പാടില്ലാത്തതായ, സമൂഹത്തിൽ പ്രദർശിപ്പിക്കാൻ പാടില്ലാത്തതായ ശരീരഭാഗങ്ങളെ പ്രൊജക്റ്റ് ചെയ്തൊക്കെ രീതിയിൽ വസ്ത്രങ്ങൾ ധരിക്കുക, അതുപോലെ തന്നെ ബട്ടൺസുകൾ, ഹൂക്കുകളൊക്കെ ഓപ്പണാക്കി ഇടുക. ഇതൊക്കെയാണ് ഇവരുടെ, അതായത് പാൻസിൻ്റെ സിബ് അഴിച്ചിട്ടിരിക്കുക. ഇങ്ങനെയൊക്കെയുള്ള ഒരു രീതിയാണ് ഇവർ അവലംബിച്ച് പോകാറുള്ളത്. ഇവരിലെ ഒട്ടുമിക്ക ആൾക്കാരും ഒന്നുകിൽ മദ്യത്തിന് അടിമപ്പെട്ടവർ, മയക്കുമരുന്നിന് അടിമപ്പെട്ടവർ, അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള മാനസികമായ പ്രശ്നങ്ങളുള്ളവർ ഒക്കെ ആയിരിക്കും ഇത്തരത്തിൽ ഈ കാര്യങ്ങളിൽ ഏർപ്പെടുന്നത്. അപ്പോൾ ഇങ്ങനെ ഇവർ ഏർപ്പെടുന്നത് മുഖാന്തരം അവർക്കും സമൂഹത്തിനും അതിൻ്റേതായ ദോഷങ്ങൾ വന്ന് സംഭവിക്കുന്നുണ്ട്. അവരെ സംബന്ധിച്ച് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഇത് ഒരു സാമൂഹ്യ വിരുദ്ധ പ്രവണതയായതിനാൽ പോലീസ് കേസ് ഇങ്ങനെയൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ഉണ്ടായാൽ അവർ ഒരു ജോലിയിൽ തുടരുന്നവരാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഉദ്യോഗത്തിൽ ഇരിക്കുന്നവരാണെങ്കിൽ, അല്ലെങ്കിൽ ജോലി കിട്ടാൻ സാധ്യതയുള്ളവരാണെങ്കിൽ അവരുടെ ജോലി നഷ്ടപ്പെടുകയും പ്രവേശിക്കേണ്ടതായ ജോലി ലഭിക്കാതിരിക്കുകയും കേസുകൾ, വഴക്കുകൾ തുടങ്ങിയ കാര്യങ്ങളിലുള്ള നടപടികൾ ഫേസ് ചെയ്യേണ്ടി വരികയും ചെയ്യാറുണ്ട്. അപ്പോൾ ഇത് അവരെ സംബന്ധിച്ച് അവരുടെ ഭാവി ഇരുളടഞ്ഞു പോകുന്ന ഒരു പ്രക്രിയ കൂടിയാണ് ഇത്. എന്നാൽ ഇത് മറ്റുള്ളവർ കാണുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു പക്ഷേ സ്ത്രീകളോ കുട്ടികളോ കണ്ടാൽ അവർക്ക് ഉണ്ടാകുന്ന മാനസിക ആഘാതം ഭാവിയിൽ അവർക്കത് വളരെ പ്രതികൂലമായിട്ട് അവരെ ബാധിച്ച് കാണുന്നതായിട്ട് പഠനങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രവണതയിൽ ഏർപ്പെട്ടിരിക്കുന്നവർ ഇത് അബോധ രീതിയിൽ അവർ ചെയ്യുന്നതാണ്. കാരണം ഒന്നുകിൽ അവർക്ക് അവരുടെ സുബോധത്തോടെ ആയിരിക്കില്ല, അല്ലെങ്കിൽ മദ്യത്തിനോ മയക്കുമരുന്നിനോ അടിമപ്പെട്ട് ചെയ്യുകയായിരിക്കാം. അങ്ങനെ ചെയ്യുന്ന ഇവരെ സമൂഹത്തിൻ്റെ മുൻധാരയിലേക്ക് കൊണ്ടുവരാൻ ഇന്ന് ധാരാളമായിട്ടുള്ള ടെക്നിക്കുകളും കാര്യങ്ങളുമൊക്കെ ഇന്ന് നിലവിലുണ്ട്. ഇത് നമുക്ക്, അല്ലെങ്കിൽ ആ വ്യക്തിക്ക് ദോഷകരമായിട്ടാണ് വരുന്നത് എങ്കിൽ അത് എത്രയും പെട്ടെന്ന് അത് അവസാനിപ്പിക്കേണ്ടതോ അല്ലെങ്കിൽ അതിന് വേണ്ടുന്നതായ ട്രീറ്റ്മെൻറ്റ് എടുത്ത് ഈ ഭാഗത്തു നിന്ന് അവർ രക്ഷ പ്രാപിക്കേണ്ടതും ആണ്. ഈ അധ്യായം ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. വീണ്ടും നല്ല വിഷയവുമായി നമുക്ക് കാണുന്നതുവരെ എല്ലാവർക്കും നമസ്കാരം പറയുന്നു. ഞാൻ തോമസ് വർഗീസ്.